എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കൃഷിക്കാരെല്ലാം ചെയ്യേണ്ട അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രിയെക്കുറിച്ച് കഴിഞ്ഞ 2-3 വീഡിയോകളിൽ നിങ്ങളെ അറിയിച്ചതാണ്. അന്നൊന്ന് പറയുന്ന സമയത്ത് ഇതിനൊരു അവസാന തീയതി പ്രഖ്യാപിച്ചിരുന്നില്ല. എല്ലാവരും ചെയ്യണം എന്ന് നമ്മൾ ഓർമ്മിപ്പിച്ചിരുന്നു എന്ന് മാത്രം. അപ്പോൾ ഇപ്പോൾ ഇതിനൊരു അവസാന തീയതി ജൂലൈ 31 എന്നുള്ളത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഇത് പൂർത്തീകരിക്കണം. അതുകൊണ്ട് ഒന്നുകൂടി ഇതേക്കുറിച്ച് വിശദീകരിക്കുകയാണ്. വീഡിയോ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കർഷകർക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടി ആധാർ കാർഡ് മാതൃകയിൽ രാജ്യത്തെ എല്ലാ കർഷകരെയും യുണീക്കായിട്ട് ഓരോരുത്തർക്കും ഓരോ നമ്പറിന് കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ളതാണ് അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ. ഇതിൻ്റെ നടപടി രാജ്യത്ത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു. കഴിഞ്ഞ മാസമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇത് ആരംഭിച്ചത്. എന്നാൽ അന്നൊന്നും ഒരു അവസാന തീയതി പ്രഖ്യാപിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൃഷിഭവനിലേക്ക് ഇത് ആളുകൾ കൂട്ടത്തോടെ എത്തിച്ചേർന്നിരുന്നില്ല. ഇപ്പോൾ അവസാന തീയതി പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ 2 മാസത്തെ സാവകാശമാണ് ഇതിന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി കൃഷിഭവനുകളിൽ തിരക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യൽ നിർബന്ധമാണ്. എല്ലാ കർഷകരും നേരത്തെ പോയിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വർഷത്തിൽ 3 ഗഡുക്കളായിട്ട് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു സഹായമാണ്. ഇതുകൂടാതെ കൃഷിക്കാർക്ക് ലഭിക്കുന്ന വിള ഇൻഷുറൻസ്, യന്ത്രങ്ങൾക്കുള്ള സബ്സിഡി, മണ്ണ് പരിശോധന കാർഡുകൾ, വളം സബ്സിഡി ഉൾപ്പെടെ കർഷകർക്ക് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും ആനുകൂല്യങ്ങളും തുറന്നു ലഭിക്കുന്നതിന് വേണ്ടി അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രി നമ്പർ നിർബന്ധമായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ കർഷകരും ഉടനെ പോയിട്ട് രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. അടുത്ത PM കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം ഈ മാസം തന്നെ ഉണ്ടാവാനാണ് സാധ്യത. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസത്തെ തുകയാണ്. അതിൽ 3ാമത്തെ മാസമായിട്ടുള്ള ജൂൺ മാസം അവസാന ആഴ്ചയിലോ അതിന് തൊട്ട് മുമ്പുള്ള ആഴ്ചയിലോ ഉണ്ടാകും. സാധാരണഗതിയിൽ 3ാം ആഴ്ചയിലാണ് വിതരണം ചെയ്യാറുള്ളത്. അപൂർവ മാസങ്ങളിൽ മാത്രം അവസാന മാസങ്ങളിലേക്ക് പോവാറുണ്ട്. അങ്ങനെയെങ്കിൽ ജൂലൈയിലായിരിക്കും കൂടുതൽ സാധ്യത. ജൂൺ മാസത്തിൽ തന്നെയാണ്. വിതരണത്തിന് ആവശ്യമായിട്ട് ഇനി വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. കഴിഞ്ഞ തവണ ലഭിച്ചിട്ടുള്ള ആളുകളൊന്നും ചെയ്യേണ്ടതില്ല. KYC മെസ്സേജ് വന്നിട്ടുള്ളവർ അത് ചെയ്യുക. ഇല്ല, കഴിഞ്ഞ തവണകളൊന്നും ലഭിച്ചിട്ടില്ലാത്തവർ ലാൻഡ് വെരിഫിക്കേഷൻ, ആധാർ സീഡിംഗ്, KYC എന്താണോ ചെയ്യാത്തത് എന്ന് സ്റ്റാറ്റസ് പരിശോധിച്ച് അവ പൂർത്തീകരിച്ചാൽ അവർക്ക് തുറന്നങ്ങോട്ട് വീണ്ടും PM കിസാൻ സമ്മാൻ നിധി ലഭിച്ചു തുടങ്ങുന്നതാണ് എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ദൂരേക്കും.